Today's word of God is from Acts of the Apostles, chapter 1, verse 11. They said, "Men of Galilee, why are you standing there looking at the sky? This Jesus who has been taken up from you into heaven will return in the same way as you have seen him going into heaven." The angels gently corrected the awestruck disciples, turning them away from the passive wonder. It was a reminder that their and our mission isn't to remain staring upward. Instead, we are called to move forward with courage and faith. Christ entrusted his followers with the mission to make disciples of all nations and carry the gospel to the ends of the earth until Parousia, his glorious return. The risen ascended Jesus remains the same Lord who walked with them, now exalted, yet still personally engaged with humanity. Let's lead into purposeful living, serving, loving, and witnessing until the triumphant return of Jesus to earth to judge the world and establish God's eternal kingdom. ആമേൻ. ഇന്നത്തെ വചനവായന അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 11-ാം തിരുവചനം. ഗലീലക്കാരായ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അതേ വിധത്തിൽ തന്നെ തിരികെ വരും എന്ന് അവർ പറഞ്ഞു. യേശു ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെടുന്നത് നോക്കി സ്തംഭിച്ചു നിൽക്കുന്ന ശിഷ്യഗണത്തോട് മാലാഖമാർ പറയുന്നു, നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് കരയേറിയ ക്രിസ്തു അതേപടി തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ രാജ്യസ്ഥാപനത്തിൽ വ്യാപൃതരായിരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ ഓരോരുത്തരുമാണ് അദൃശ്യനായ യേശുവിൻ്റെ ദൃശ്യമായ ശരീരം. കർത്താവ് നമ്മളിലൂടെ, അവിടുത്തെ വിശുദ്ധ പാത്രങ്ങളായ സേക്രഡ് വെസൽസായ നമ്മളിലൂടെ ഇന്നും തൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. കർത്താവ് തന്നെയാണ് തൻ്റെ സഭയെ ഇന്നും നിരന്തരം നയിക്കുന്നത്. പൗലോസ്ലിഹ തീത്തോസിനോട് പറഞ്ഞതുപോലെ നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നമുക്ക് കാത്തിരിക്കാം. ആമേൻ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ. പ്രൈസ് യു ജീസസ്.